ആഹ് കള്ളത്തരം എന്ന് പറയുമ്പോ ഞാനിപ്പോ പറഞ്ഞില്ലേ കല്യാണം കഴിച്ച ലവള് ലവള് എൻ്റെ അടുത്തുനിന്ന് ചെറുതായിട്ടൊക്കെ മോട്ടിക്കായിരുന്നു. ആദ്യമൊന്നും എനിക്ക് കാര്യം മനസ്സിലായില്ല. പിന്നെ അവള് തന്നെ പറഞ്ഞു ഞാൻ പണ്ട് പറഞ്ഞ പോലെ അവളുടെ അച്ഛന്റെ പോക്കറ്റിൽ നിന്ന് എടുക്കും. എന്നിട്ട് അത് ആർക്ക് വേണ്ടിയിട്ട്? ലവളുടെ ആങ്ങളയ്ക്ക് വേണ്ടിയിട്ട്. ലവളുടെ ആങ്ങളയ്ക്ക് എന്തെങ്കിലുമൊക്കെ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അച്ഛൻ പൈസ കൊടുക്കണമല്ലോ. അതിനു വേണ്ടി മോഷ്ടിക്കുന്നു പറഞ്ഞു. അപ്പൊ അങ്ങനെയുള്ള കുറെ കഥകളൊക്കെ കേട്ട് പിന്നെ ഞാനത് ചിന്തിക്കാൻ തുടങ്ങി. ഞങ്ങൾ തമ്മിൽ കുറെ പ്രശ്നങ്ങളൊക്കെ ആയപ്പോഴാണ് പിന്നെ ചിന്തിക്കാൻ തുടങ്ങിയത്. എന്റെ പല കാര്യങ്ങളും മുന്നോട്ട് പോകുന്നില്ല. കാരണം എന്താ? ലവള് ഇടിച്ചു മാറ്റാണ്. എന്നാലോ അടിച്ചു മാറ്റിയത് എവിടൊക്കെ ഏതൊക്കെ മേഖലയിലാണ് കൊണ്ടുപോകണമെന്ന് വെച്ചാൽ വലിയ ദ്രോഹമുള്ള സംഭവങ്ങളൊന്നുമില്ല. പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്ക് വളരെയധികം ദ്രോഹമായി മാറി. കാരണം എന്താ വെച്ചാൽ ഇതിൽ രണ്ട് കേസുണ്ട്. വലിയ അതായത് കക്കണോണ്ടല്ല, കട്ടിട്ട് ഉപയോഗിക്കുന്ന ചില മേഖലകൾ എല്ലാവർക്കും ഒരുപോലെ അല്ല. ഈ പറഞ്ഞ പോലെ കളവ് ചെയ്ത് അതിന്റെ അനന്തരഫലം വരിക ചിലർക്ക് 100 ഇരട്ടിന്ന് വരില്ല. അപ്പൊ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ BKസിന് ബ്രഹ്മകുമാരീസിലെ ഉള്ള ആളുകൾക്ക് അതിനെപ്പറ്റി കറക്റ്റ് അറിയാൻ പറ്റും. അതായത് 100 ഇരട്ടി ഫലം വരും. നമ്മുടെ പണം ഉപയോഗിക്കുന്നതും അതായത് നല്ലതിന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ 100 ഇരട്ടി ഫലം. 100 ഇരട്ടി അല്ല, അവിടെ കോടികളാണ് ഫലം. ചീത്തതിനാണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവിടെ 100 ഇരട്ടി അതിന്റെ ശിക്ഷ എന്നൊക്കെ പറയും. അങ്ങനത്തെ രീതിയിലൊക്കെയാണ് നമ്മുടെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിപ്പോ എന്താ വെച്ചാൽ കർമ്മ നിയമത്തിനെ പറ്റിയിട്ടൊക്കെ കൂടുതൽ മനസ്സിലാക്കണം.